വാ ഗഡ്രണി കേരള ജനത, ഇന്ത്യൻ ജനതയും. കാരണം രണ്ടും പറയണം. ഇതിൻ്റെ ബാക്കിൽ ഒരു മൊട്ട പോലീസ് ഉണ്ട്, മൊട്ട. ഇവർ രണ്ടാളും വന്നത് മറ്റേ ടി വിയിൽ നിന്ന് ഒരു ഇതെടുത്തതാണ്. കാരണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല, കോപ്പി റൈറ്റ്. അപ്പോൾ ഇവർ രണ്ടാളും വന്നിട്ട് ഈ ചെങ്ങായി പൂത്തി കയറിയിരുന്നു. ശ്രദ്ധിക്കണേ, ഈ ചെങ്ങായി ബൂത്തി കയറിയിരുന്നു മനസ്സിലേ. എന്നിട്ട് പൂട്ടിയ സ്ട്രോങ് റൂമാണിത്. പൂട്ടിയ സ്ട്രോങ് റൂമിൽ എന്തോ കുഴപ്പമോ കുലുമാൽ അങ്ങനെയല്ല ഉണ്ടായിന്. ഇങ്ങെല്ലാവരും വായിക്കുന്നല്ലേ. എന്നിട്ട് കുറച്ച് ഇൻസൈഡ് ആക്കിയ ആൾ, കുറച്ചാൾ മുടി കെട്ടാത്ത, കുറച്ചാൾ മുടി വാരിയത്, ഇതാ തായിലെല്ലാം നോക്കിയ ഒരാൾ, ഇതാ ഇയാളെല്ലാം ഉണ്ട് ഒന്നിച്ച്. പിന്നെ കുറേ ആൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പെട്ടി കണ്ട, ഇതിൻ്റെ ഉള്ളിലെ ഈ പെട്ടിയാണ് പ്രശ്നം. ഒരു എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ റൂമറും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സ്ട്രോങ് റൂം തുറക്കാൻ പാടില്ല. പിന്നൊന്ന് 79 മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ. അപ്പോൾ SIRലുള്ള പേര് രജിസ്റ്റർ ചെയ്ത എല്ലാവരും വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പെട്ടി വെച്ചതിലാണെന്നൊരു പ്രശ്നം. ഈ പെട്ടി വെച്ചതേ റോങ്ങാണ്. സ്ട്രോങ് റൂം എന്നാ പറയാ, ലോക്കർ എന്നല്ല, സ്ട്രോങ് റൂം. എന്തിനാണെന്ന് പറയുന്നത്? BSF, IRB, ചില ഇഡിയറ്റ്സ് പോലീസ്, ചില KP കള്ളപ്പന്ന, ചില ഇഡിയറ്റ്സ് IAS, ഇവരെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിലെ ആ ഡോക്ടർ അംബേദ്കർ സാർ എഴുതിയ, അവരിലൂടെയാണ് ഇത് സ്ട്രോങ് റൂമായിട്ട് മാറുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അതല്ല. ബൂത്തിൽ കയറി ഇരിക്കാനും പാടില്ല, സ്ട്രോങ് റൂം തുറക്കാനും പാടില്ല. തുറക്കുന്നുണ്ടെങ്കിൽ തന്നെ CEO ഉണ്ടാകണം. ഇതാണ് നമ്മളെ CEO രത്തൻ കേൽക്കർ IAS. അപ്പോൾ IAS ആരെയാണ് CA ആക്കുക, ഇലക്ഷൻ കമ്മീഷൻ റിട്ടയർ ആൾക്കാരെയാണ്. അപ്പോൾ സ്റ്റേറ്റിൽ കുറേ ആൾക്കാർ ഇങ്ങൾക്ക് റിട്ടയർ ആളെ കാണാം, പിന്നെ ഗവർണറാക്കുക. പക്ഷേ ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലാണ്. പക്ഷെ നടന്നത് കറക്റ്റ് തെറ്റാണ്. അപ്പം ഹൈക്കോടതിൻ്റെ ക്ലിയറൻസും അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസും ഇല്ലാണ്ട് ഒരാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ജനപ്രതിനിധിയായിട്ട് കാൻഡിഡേറ്റ്സ് ആകാനും പാടില്ല. സോ ഗോവിന്ദനായാലും ശരി, നമ്മളെ ഗോവിന്ദനാക്കണ്ട. IAS ആയാലും IPS ആയാലും ശരി, നമ്മൾ ഗോവിന്ദനല്ല.